ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസത്തെ ഹോംവർക്കാണ് സംസ്കാര മിലനത്തിൻ്റെ നൃത്തം ചെയ്യൂ. ഇന്നത്തെ ടോപ്പിക്ക് സരള സ്വഭാവം. ഇന്നത്തെ അവ്യക്ത സൂചന: എങ്ങനെയാണോ ഹോളി ദിവസം ആളുകൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നത്, അതുപോലെ ഇവിടെയും സംസ്കാര മിലനം തന്നെയാണ് മംഗളമിലനം. പരസ്പരം മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ അറിഞ്ഞുകൊണ്ടും പരസ്പരം സ്നേഹത്തിൽ ഒത്തൊരുമിച്ച് കഴിയണം. എങ്ങനെയാണോ ചിലരോട് പ്രത്യേക സ്നേഹമുണ്ടെങ്കിൽ അവരുമായി യോജിപ്പോടെ ഇരിക്കുന്നത്, അതുപോലെ എല്ലാവരുമായും ഒത്തൊരുമയോടെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. എത്രത്തോളം ജ്ഞാനിയാണോ അത്രത്തോളം സരള സ്വഭാവമുള്ളവരായിരിക്കണം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബാബ എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ നൃത്തം ചെയ്യൂ എന്നുള്ളതാണ്. സംസ്കാരം, സ്വഭാവം, സങ്കല്പം, ഈ മൂന്നും തമ്മിൽ പരസ്പരം ആഴമേറിയ ബന്ധമുണ്ട്. സങ്കല്പങ്ങളിലൂടെ അറിയാൻ സാധിക്കും സ്വഭാവം എന്താണെന്ന്, സ്വഭാവത്തിലൂടെ സംസ്കാരം എന്താണെന്നുള്ളതും അറിയാൻ സാധിക്കും. സംസ്കാരം അർത്ഥം ഇംപ്രിൻ്റ് ആയിട്ടുള്ളതാണ്, ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏത് കർമ്മം നാം ചെയ്യുന്നു അതിൻ്റെ സംസ്കാരം ഉണ്ടാകുന്നു. ആ സംസ്കാരത്തിനനുസരിച്ചുള്ള സങ്കല്പങ്ങളാണ് വരുന്നത്. ഇതുപോലെ ഞാൻ ചെയ്യാം, ഈ രീതിയിൽ ശ്രദ്ധിക്കാമെന്നൊക്കെ. ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, എന്താ ചെയ്യുക, എൻ്റെ ചിന്ത തന്നെ ഇങ്ങനെയാണ്. എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ സംസ്കാരമായി തീർന്നു. അതിനാൽ മനസ്സും ബുദ്ധിയും രണ്ടും സംസ്കാരത്തിൻ്റെ ആധാരത്തിലാണ് സങ്കല്പങ്ങൾ ഉൽപ്പന്നമാകുന്നത്. പിന്നീട് എന്ത് സങ്കല്പമാണോ വന്നത് അതനുസരിച്ച് നാം വാക്കുകളിലേക്ക് വരുന്നു, കർമ്മത്തിലേക്ക് വരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അത് നമ്മുടെ സ്വഭാവമായി തീർന്നു. നമ്മളിങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ ഉണ്ടായി പോകുന്നു. ഞാനിങ്ങനെ ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ ചിന്തിച്ചു പോയി. അതും നമ്മുടെ സംസ്കാരം തന്നെയാണ്. സങ്കല്പം, സങ്കല്പത്തിലൂടെ വാക്ക്, കർമ്മം, അതനുസരിച്ചാണ് നമ്മുടെ സ്വഭാവമായി തീരുന്നത്. അതാണ് നമ്മുടെ സംസ്കാരമാകുന്നത്. അപ്പോൾ സംസ്കാര പരിവർത്തനത്തിനായി പല വിധിയുണ്ട്. സംസ്കാരത്തിൻ്റെ നൃത്തം, മിലനം നടക്കണമെങ്കിൽ സംസ്കാര പരിവർത്തനം നടക്കണം. കുറച്ച് ധാരണകൾ സ്വീകരിക്കേണ്ടതുണ്ട്, കുറച്ച് പരിവർത്തനം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സ്വഭാവം സരള സ്വഭാവമായി തീരണം. എന്ത് കാര്യം സംഭവിച്ചാലും, എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അവർ കാരണമാണ്, ഇവർ കാരണമാണ്, എങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഒരിക്കലും സരള സ്വഭാവം എന്ന് പറയുകയുമില്ല. അതിനെയാണ് നമ്മൾ നിരീക്ഷിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുക, ഒരുപാട് ചിന്തകൾ ഉയരുക, പല രീതിയിൽ പരിശോധിക്കുന്ന സ്വഭാവം, ഇത് വളരെ തീക്ഷണമായ ഒരു സംസ്കാരമാണ്. ചിലർ പറയാറുണ്ടല്ലോ, നല്ലതാണ്, ഡ്രാമയല്ലേ, മുന്നോട്ട് പോകാം, എന്തിന് നമുക്ക് എല്ലാത്തിൻ്റെയും പരാതിപ്പെടണം, എന്തിന് നമുക്ക് പലതിനെക്കുറിച്ച് ചിന്തിക്കണം, ഇനിയും കാര്യത്തെ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, അതിനെ സരളമാക്കി മാറ്റൂ. അപ്പോൾ സരള സ്വഭാവം നമ്മളിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് യോജിച്ച് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ പരസ്പരം ദൂരെയാകും, സംബന്ധങ്ങളിൽ ദൂരെയാകും. അപ്പോൾ ഇന്ന് ബാബ വളരെ നല്ല രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹോളി ഉത്സവത്തിൽ പരസ്പരം ആളുകൾ ആലിംഗനം ചെയ്യുന്നത് പോലെ, പരസ്പരം നിറം ചാർത്തുന്നത് പോലെ, അതുപോലെ പരസ്പരം സംസ്കാര മിലനം ചെയ്യണം. സംസ്കാര മിലനം തന്നെയാണ് മംഗളമിലനം. പരസ്പര യോജിപ്പോടെ ഇരിക്കണം. ആരോടെങ്കിലും വിശേഷ സ്നേഹമുണ്ടാകുമ്പോൾ അവരോട് നമുക്ക് ഏത് രീതിയിൽ യോജിക്കാൻ സാധിക്കുന്നത് പോലെ പരസ്പരം യോജിച്ചിടപഴകുന്നതിന് വേണ്ടി എത്രത്തോളം നോളജ്ഫുള്ളാണോ അത്രത്തോളം നമ്മുടെ സ്വഭാവത്തെ സരളമാക്കി മാറ്റുകയും വേണം. ഏതൊരു സംസ്കാരമാണെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഈ സംസ്കാരത്തിനനുസരിച്ചുള്ള രീതി അല്ലെങ്കിൽ ചിന്തകളാണ്, വാക്കുകളാണ് നമ്മുടെ മനസ്സിൽ വരിക. അതിനാൽ സങ്കല്പത്തിൻ്റെ ലെവൽ മുതൽ തന്നെ ചേഞ്ച് ചെയ്യൂ. എനിക്ക് ഈ രീതിയിൽ ചിന്തിക്കരുത്, എനിക്ക് ഇവരെ പ്രതി ഈ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത്. മറ്റുള്ളവരെ പ്രതി നമുക്ക് നല്ലൊരു മനോഭാവം ഉണ്ടായിരിക്കണം. ചിലരെ പ്രതി ചില ഇംപ്രഷൻ ഉണ്ടാകുമല്ലോ, ഇവരിങ്ങനെ തന്നെയാണ്, ഇവരൊരിക്കലും മാറില്ല എന്നൊക്കെ. ദാദിമാരെപ്പോഴും പറയും മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ്സ് നൽകണം. ഇവർ സമയത്തിനനുസരിച്ച് തീർച്ചയായും പരിവർത്തനപ്പെടും, സങ്കല്പങ്ങളും എല്ലാം ഇവരുടെ മാറും എന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരെ പ്രതിയും ഉയർന്ന ഭാവന വയ്ക്കണം, ശുഭഭാവന വയ്ക്കണം. അതനുസരിച്ചാണ് നമ്മുടെ സംസ്കാരങ്ങൾ മാറേണ്ടത്. അതുകൊണ്ടാൽ സരള സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരുടെ ബുദ്ധിയാണോ നല്ലത്, അതായത് വിവേകശീലമായിരിക്കുന്നത്, വിവേകശാലി, അവർക്ക് അവരുടെ ബുദ്ധിയെ ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അറിയാം. സങ്കല്പം വരുമ്പോൾ അതിനെ പരിവർത്തനപ്പെടുത്തും. സ്വഭാവം കാരണം ഏതെങ്കിലും ശീലം എമർജ് ആവുകയാണെങ്കിൽ അപ്പോൾ നമ്മളവിടെ ഫുൾ സ്റ്റോപ്പിട്ട് എനിക്കിത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ പതുക്കെ നമ്മുടെ സംസ്കാരം പരിവർത്തനപ്പെട്ട് സ്വഭാവത്തിലും നമ്മുടെ മാറ്റം വരും, പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. ഏതൊരു കാര്യമാണോ നമ്മൾ ആദ്യം ആവേശം അല്ലെങ്കിൽ വാശി കൊണ്ടുവന്നത്, അത് നമുക്ക് പിന്നീട് ചെയ്യാതിരിക്കാൻ സാധിക്കും, തൻ്റെ സ്വഭാവത്തെ സരളമാക്കാനും സാധിക്കും. അതിനാൽ സിമ്പിളായ നേച്ചർ, അതായത് സരള സ്വഭാവം, എല്ലാവരുമായിട്ടും യോജിച്ചു പോവുക, ഒരുമിച്ച് പോവുക, ഇങ്ങനൊരു സ്വഭാവം നമുക്ക് വളരെയധികം ആവശ്യം തന്നെയാണ്. ഓം ശാന്തി.